നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെങ്ങനെ സംഭവിക്കും? സീമ പോകുന്നത് ഞാൻ കണ്ടതാണല്ലോ. പുറത്തേക്ക് സീമ പോകുന്നത് ഞാനും കണ്ടതാ. നീ ആ സീമയൊന്ന് ഫോൺ ചെയ്തേ. ഹലോ സീമ, എവിടെയാ? ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ദാ ഇപ്പൊ എത്തും. എന്താ? ഏയ് ഒന്നുമില്ല. എവിടാന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഓക്കെ. ആ ശരി. സീമ വീട്ടിലെത്താറാ എന്നാ പറഞ്ഞത്. അപ്പൊ പിന്നെ ഗംഗ പറഞ്ഞതോ? അവളിപ്പോ മഹേന്റെയും മാളുവിന്റെയും കൂടെ പുറത്തു പോകാൻ വേണ്ടി നുണ പറഞ്ഞതായിരിക്കും. എങ്കിൽ പിന്നെ അവളുടെ അവസാനമായിരിക്കും. ഞാൻ പറഞ്ഞ ജോലികൾ ചെയ്തു തീർക്കാതെ അവള് പോകാൻ നോക്കിയാൽ ഞാൻ സമ്മതിക്കില്ല. ഇവിടെ പിടിച്ചു നിർത്തി എല്ലാ ജോലിയും ചെയ്തു തീർത്തിട്ടേ ഞാൻ അവിടെ വിടും. നീ വാ മോളെ, നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം. വാ. ഏത് സാരി ഉടുക്കും? കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് മഹേട്ടനോട് പുറത്തു പോവുക. ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സാരി തന്നെ ഉടുക്കണം. ഈ സാരി ഗംഗയ്ക്ക് നന്നായിട്ട് ചേരും. മഹേട്ടൻ എനിക്ക് ആദ്യമായി വാങ്ങിത്തന്ന സാരി ഇന്ന് ഇതെടുത്താലോ? അന്ന് മഹേട്ടനോട് ചോദിക്കുകയും ചെയ്തല്ലേ എന്താ ആ സാരി ഉടുക്കാത്തതെന്ന്. വിവാഹത്തിനൊടുക്കാൻ ഞാൻ വാങ്ങി തന്ന സാരിയോടെ നിനക്കത് ഇഷ്ടമായില്ലേ? ഇഷ്ടായില്ലേന്നോ? ഒരുപാട് ഇഷ്ടായി. പിന്നെന്താ അത് ഉടുക്കാത്തത്? എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധി അത്. മഹേട്ടൻ ആദ്യമായിട്ട് എനിക്ക് വാങ്ങിത്തന്ന സമ്മാനം. അത് ഞാൻ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസം ഉടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്ക. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമല്ലേ? ഇന്നിത് തന്നെ ഉടുക്കാം. മഹേട്ടനും അതൊരു അതിശയാവും. എന്തായാലും ഇത് തന്നെ ഉടുക്കാം. പക്ഷേ ഇതല്ലല്ലോ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തം. അത് അത് ഞാൻ മഹേട്ടന് പൂർണ്ണമായി സ്വന്തമാവുന്ന നിമിഷല്ലേ? അന്നല്ലേ ഈ സാരി ഉടുക്കാൻ ഏറ്റവും നല്ല നിമിഷം. അന്ന് മതി. ഇപ്പോ വേറെ ഏതെങ്കിലും ഒരു സാരി ഉടുക്കാം. ഗംഗ വേറെ റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് പോണ്ടേ? ആ അത് ശരിയാ. ഗംഗ വേഗം റെഡി ആയിക്കോ. അച്ഛന്റെ കൂടെ ഞാനും വരാം.
ഗംഗ എവിടേക്ക് പോവാൻ റെഡിയാവോണെന്ന് തോന്നുന്നു. അതെ, നേരത്തെ മഹിയേട്ടൻ പറഞ്ഞില്ലേ ഞങ്ങൾ പോകുന്ന കാര്യം. ഓ, അതിന് ഗംഗയും പോകുന്നുണ്ടോ? ആ, പോകുന്നുണ്ട്. അപ്പോ ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നോ? എന്ത്? ജോലിസ്യം പറഞ്ഞ കാര്യങ്ങള് നിനക്ക് ഓർമ്മയില്ലേ? അതിന് പുറത്തു പോകുന്നതിന് കുഴപ്പമുണ്ടോ? അങ്ങനെ പ്രത്യക്ഷത്തിൽ നോക്കിയാ അതിന് കുഴപ്പമൊന്നും കാണാൻ പറ്റില്ല. ഇക്കാലത്ത് ആരും അതിനെ തെറ്റു പറയുകയില്ല. പക്ഷേ അത് തെറ്റാണ് ഗംഗെ. നിങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോവുകയും ഇടപഴകുകയും ചെയ്യുമ്പോ അറിയാതെയാണെങ്കിലും സ്പർശനങ്ങൾ ഉണ്ടാവില്ലേ? പിന്നെ മനസ്സിൽ നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചാ അത് മഹിയുടെ ആയുസിനെ ബാധിക്കില്ലേ? മാളുവിനും മഹിക്കും ഇതൊന്നും അറിയില്ലെന്ന് വെക്കാം. പക്ഷേ എല്ലാം അറിയുന്ന നീ ഇങ്ങനെ തുടങ്ങിയാൽ എന്തു ചെയ്യും? ഒരു 3 മാസം കൂടി കാത്തിരുന്ന പോരെ? അത് കഴിഞ്ഞാ നിങ്ങൾക്കിഷ്ടം പോലെ സമയമുണ്ടല്ലോ. അപ്പൊ സുഖമായിട്ട് ജീവിച്ചൂടെ? അതുവരെ ക്ഷമിച്ച് സഹിച്ചും ജീവിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. മാളു ഞാൻ കൂടെ ചെല്ലെന്ന് കരുതി ഭയങ്കര സന്തോഷത്തിലാ. അവള് കുഞ്ഞല്ലേ, അവൾക്ക് ഇതിന്റെ സീരിയസ്നെസ് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. നീ വേണം എന്തെങ്കിലും കാരണം പറഞ്ഞ് മാളുവിനെയും മഹിയെയും പിന്തിരിപ്പിക്കാൻ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ഗംഗെ. ഇപ്പോഴത്തെ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാനുള്ള വഴിയൊരുക്കരുത്. ഒരു കാരണവശാലും ഒന്നാകാൻ പാടില്ലാത്ത ജാതകങ്ങളാണ് ഇവരുടേത്. ഈ വ്യക്തികൾ ഒരുമിച്ചുള്ള ദാമ്പത്യ ജീവിതം ഈ കുട്ടിയെ വിധവയാക്കും. 3 മാസത്തേക്ക് നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാനേ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.